നമസ്കാരം. സാംസ്കാരിക വാർത്തകൾ. എത്ര വർഷം ജീവിച്ചു എന്നല്ല, വർഷിച്ച ജീവിതം എങ്ങനെ വിനിയോഗിച്ചു എന്നതിനാണ് പ്രസക്തിയെന്നും പ്രാധാന്യവുമെന്നും അവ ബോധ്യപ്പെടുത്തുന്ന പരിപാടികളും പരിശീലനങ്ങളും കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണെന്നും അബുദാബി KMCC അധ്യക്ഷൻ ഷുക്കൂർ അലി കല്ലുങ്ങൽ അഭിപ്രായപ്പെട്ടു. അബുദാബി കാസർഗോഡ് ജില്ലാ KMCC മീഡിയ വിംഗ് ഇന്ത്യൻ ഇസ്ലാമിക് സെൻറ്ററിൽ സംഘടിപ്പിച്ച ട്രെയിൻ യുവർ ബ്രെയിൻ വ്യക്തിത്വ വികസന പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലാ മീഡിയ വിംഗ് ചെയർമാൻ ഹാഷിം ആറങ്ങാടി അധ്യക്ഷനായിരുന്നു. ലോഗോ പ്രകാശനം സംസ്ഥാന ട്രഷറർ PK അഹമ്മദും യൂട്യൂബ് ലോഞ്ചിംഗ് സംസ്ഥാന ഉപാധ്യക്ഷൻ അനീസ് മാങ്ങാടും സെക്രട്ടറി ഹനീഫ് പടിഞ്ഞാറുമൂലയും ജില്ലാ ജനറൽ സെക്രട്ടറി PK അഷ്റഫും ചേർന്ന് നിർവഹിച്ചു. രജിസ്ട്രേഷൻ ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ റഹ്മാൻ ഹാജി ഉദ്ഘാടനം ചെയ്തു. വായനയുടെ പുതുലോകം തുറക്കുന്ന ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൻ്റെ 43ാമത് എഡിഷനുകൾക്കുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചതായി ഷാർജ ബുക്ക് അതോറിറ്റി അറിയിച്ചു. ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് എ ബുക്ക് എന്ന പ്രമേയത്തിൽ നവംബർ 6 മുതൽ 17 വരെ ഷാർജ എക്സ്പോ സെൻറ്ററിലാണ് പുസ്തകോത്സവം. പ്രാദേശിക, അറബ്, അന്താരാഷ്ട്ര പ്രസാധകർക്കൊപ്പം എഴുത്തുകാർ, ബുദ്ധിജീവികൾ എന്നിവരടങ്ങുന്ന വലിയ നിര തന്നെ ഉണ്ടാകും. മൊറോക്കോയാണ് ഇത്തവണത്തെ അതിഥി രാജ്യം. മൊറോക്കൻ സാഹിത്യവും സർഗാത്മകതയും സമന്വയിപ്പിക്കുന്ന ശില്പശാലകൾ, പുസ്തകങ്ങൾ എന്നിവയെല്ലാം മേളയിലുണ്ടായിരിക്കും. അന്താരാഷ്ട്ര വയോജന ദിനത്തിൻ്റെ ഭാഗമായി ദുബൈയിലെ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. അനുസ്മരണ പരിപാടിയും സർഗാത്മക ശില്പശാലകളും നടന്നു. വയോധികരുടെ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി മൺപാത്ര നിർമ്മാണത്തിലും കരകൗശല വസ്തുക്കളിലും പ്രത്യേക പരിശീലന ശില്പശാലകൾ സംഘടിപ്പിച്ചു. 40 മുതിർന്ന പൗരന്മാർ പങ്കെടുത്തു. ഇതോടെ സാംസ്കാരിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.